നോക്കൂ, ഇപ്പോൾ മാറാട് കലാപം എന്നുള്ളതുപോലെയുള്ള ആശങ്കപ്പെടുത്തുന്ന, കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കലാപങ്ങൾ നടന്നത് ഏത് കാലത്ത്? വർഗീയ കലാപങ്ങളില്ലാത്ത കേരളത്തിൽ നിശ്ചയമായി അത് ഇടതുപക്ഷ സാന്നിധ്യം എന്ന് പറയുന്ന രാജ്യത്തെ വളരെ സവിശേഷമായ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഈ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമൊക്കെ മുഖ്യപ്രതിപക്ഷമായി നിൽക്കുന്ന ഇടങ്ങളിൽ പോലും, പ്രതിപക്ഷം, ഞാൻ ഭരണം എന്ന് പറയുന്നില്ല, പ്രതിപക്ഷമായിരിക്കുന്നിടത്ത് പോലും അതിനെയൊന്നും പ്രതിരോധിക്കാനും അല്ലാത്ത ഒരു വ്യത്യസ്തമായ നിലയിലൊരു പൊതുബോധം രൂപപ്പെടുത്താനോ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനോ കഴിയാത്ത ഇടത്ത് കേരളത്തിൽ അത് കഴിയുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ വ്യത്യസ്തമായ, അതിനെയാണ് മുമ്പ് പറഞ്ഞ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് അരുൺ, ഇന്നത്തെ ഒരു ദിവസത്തിന് നിങ്ങൾ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് ദേശീയ തലത്തിൽ. അത് കോൺഗ്രസ് ആവട്ടെ, CPIM ആകട്ടെ, എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. BJP നേതാക്കൾ വന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. നോക്കൂ, രാജ്യത്തെ ഏറ്റവും ശക്തമായ ഒരു വിമർശനം, പ്രതിഷേധം ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ, മോദി സർക്കാരിനെതിരെ കൊണ്ടുവരുമ്പോൾ, രാജ്യത്ത് തൊഴിലുറപ്പ് അവകാശമായ നാട്ടിൽ അത് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അരുൺ? അതും പ്രശ്നമല്ലേ? അവിടെയും ഈ പോരാട്ടത്തെ, പ്രതിഷേധത്തെ ദുർബലപ്പെടുത്തുകയല്ലേ? രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഒരു ലോക്സഭയിലാണ് പ്രതിപക്ഷത്തിന് ഇന്ന് പ്രതിഷേധിക്കേണ്ടി വന്നത് മോദി സർക്കാരിനോട്. മഹാത്മാഗാന്ധിയുടെ പേരുള്ള ആ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മികവ് ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു പക്ഷമായിരിക്കണം. പ്രത്യേകിച്ച് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി എന്ന രൂപത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും. അവരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവമായ ജനങ്ങളെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് നിർത്തി പാർലമെന്റിന്റെ ഉള്ളിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക. പാർലമെന്റിന് പുറത്ത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ തീരുമാനത്തിന്റെ ഭാഗമായി ദുരന്തം അനുഭവിക്കപ്പെട്ട ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മഹാപ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ കടമ. പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. നമുക്കറിയാം, വലിയ രൂപത്തിൽ ഇവിടെ ലേബർ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം 6-7 വർഷം മുമ്പ് ഉണ്ടായതാണ്. അന്ന് വലിയ പണിമുടക്കടക്കം വലിയ ഒരു ഐക്യനിര ഉയർത്തി രാഷ്ട്രീയ, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുകളെല്ലാം ഒറ്റമുഖത്തോടെ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി ധൃതി പിടിച്ച് ലേബർ കോഡ് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷം NDA ഗവൺമെന്റ് മാറിയതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഇപ്പോൾ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അവർ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയോടെ, പിന്തുണയോടെ കൊണ്ടുവന്ന ഒരു മാതൃകാ പദ്ധതിയാണ്. ആ പദ്ധതി തൊഴിൽ ഉറപ്പ് നൽകുക എന്നതാണ്. മിനിമം കൂലിയും മിനിമം ദിവസവും ഉറപ്പ് നൽകുക എന്നതാണ്. കോർപ്പറേറ്റുകൾക്ക് വലിയ തരത്തിൽ വളരാനുള്ള സാഹചര്യവും കോടിക്കണക്കിന് ലാഭമുണ്ടാക്കാനുള്ള സാഹചര്യവും ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും പട്ടിണി പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടിണിയുടെ ഇതെല്ലാം ശരി തന്നെ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന കൃഷിമന്ത്രി മറുപടി പറഞ്ഞ് അത് ശബ്ദ വോട്ടോടെ ലോക്സഭ പാസ്സാക്കുമ്പോൾ ആ ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവില്ലല്ലോ. രാഹുൽ ഗാന്ധി രാജ്യത്ത് തന്നെ ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ ഏത് തരത്തിലാണ് ഒരു സർക്കാരിൻ്റെ നടപടികളെ, ഒരു പ്രതിപക്ഷ മുന്നണി എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കുക? അതെ, അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ബില്ല് ചർച്ച ചെയ്തപ്പോൾ കല്യാണം കൂടാൻ പോയി, ബിരിയാണി ചെമ്പ് തുറക്കണ സമയമാണ്, അപ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ആ ചർച്ചയിൽ പങ്കെടുക്കാത്ത സാഹചര്യം ഇതിനു മുമ്പുണ്ട്. വിമാനം വൈകിപ്പോയി എന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടക്കം വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തവരെ നമ്മൾ കാണുകയാണ്. അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ബന്ധപ്പെട്ടുള്ള ബില്ലിൽ ഏറ്റവും പ്രധാനമായി അതിനെ എതിർക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ പോലും ചർച്ചയിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടു വോട്ടെടുപ്പിൽ. ഇപ്പോൾ ഇതിൽ പാർലമെന്റിൽ ഇത് ലീഡ് ചെയ്യേണ്ട വ്യക്തിയാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി. അതായത് ഇതിൻ്റെ പ്രക്ഷോഭത്തിനെ പാർലമെന്റിനകത്തും പുറത്തും ലീഡ് ചെയ്യേണ്ട വ്യക്തി ജർമ്മനിയിൽ പോയി അടിച്ചു പൊളിക്കുകയാണ് എന്നതാണ് ദൃശ്യങ്ങളും പത്രവാർത്തകളും എല്ലാം പുറത്തു വരുന്നത്. ചില വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യനിരയെ ദുർബലപ്പെടുത്തും, പോരാട്ടങ്ങളുടെ മുനയൊടിക്കും, എന്നിട്ട് പുറത്തു പറയും ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്ന് കോൺഗ്രസ് പറയുന്നത് കാണുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു വികാരവും പ്രതികരണമൊക്കെയാണ്